ഇനി ചക്കക്കുരു ആരും വെറുതെ കളയണ്ട കേട്ടോ. പുറമേ നല്ല മൊരിഞ്ഞും അകമേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചക്കക്കുരു റോസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ കുറച്ച് കൂടുതൽ ചക്കക്കുരു വേണേ. ചക്കക്കുരുവിന്റെ പുറമേയുള്ള വെള്ള തൊലി കളഞ്ഞ് ചക്കക്കുരു രണ്ടായി പിളർന്ന് മാറ്റി വെക്കാം. അതിന്റെ പുറമേയുള്ള ബ്രൗൺ തൊലി കളയണ്ട കേട്ടോ. ചക്കക്കുരു കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാവും. അത് ഇല്ലാണ്ടാവാനായിട്ട് ഈ ബ്രൗൺ തൊലിയോട് കൂടി തന്നെ കുക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ചക്കക്കുരു എല്ലാം രണ്ടായി പിളർന്ന് തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീരെ കനം കുറച്ച് വേണേ അരിയാനായിട്ട്. ഇതേപോലെ നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത ചക്കക്കുരു ഇനി കഴുകി വാരി നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഒരല്പം വെള്ളം, കുറച്ച് വെളിച്ചെണ്ണ, ഒരല്പം ഉപ്പ്, ചക്കക്കുരുവിന് ആവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതൊരു അടപ്പ് ഉപയോഗിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പം അതിൻ്റെ വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് എണ്ണ തെളിയുന്നതാണ് അതിൻ്റെ പാകം. ചക്കക്കുരു ആ സമയം കൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കാം. ഇത് ചക്കക്കുരുവിലേക്ക് ചതച്ചിടാനാണ്. അത് മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെക്കാം. ഇപ്പം ചക്കക്കുരു വെന്തിട്ടുണ്ടാവും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വറ്റി. ഈ പാകത്തിന് ചക്കക്കുരു എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടി കട്ടിയുള്ള വേറൊരു ചീനച്ചട്ടിയാണ് നമ്മൾ ഉള്ളി വാട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അടി കട്ടിയുള്ള പാത്രം എന്നൊക്കെ പറയുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ആ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചതച്ച് വച്ചിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ള ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇച്ചിരി തേങ്ങാക്കൊത്ത് വേണം. തേങ്ങ ചെറുതായിട്ട് കനം കുറച്ച് കൊത്തിയെടുത്തതാണ് അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ, ഒത്തിരി മുരിഞ്ഞൊന്നും പോകണ്ട, ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോഴേക്കും വേവിച്ച് വെച്ച ചക്കക്കുരു ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ക്രഷ്ഡ് ചില്ലി ഇല്ലേ, നമ്മുടെ ഉണക്കമുളക് ഒന്ന് മിക്സിയിൽ പൊടിച്ചത് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. നന്നായിട്ട് റോസ്റ്റായി വരണം. അത്യാവശ്യം റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അതൊന്ന് ഇളക്കി നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി പുറം വശം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാട്ടോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറം വശം മൊരിഞ്ഞ് കിട്ടും. നമ്മൾ മൂടി വെച്ച് വേവിക്കുന്ന കാരണം അകം വശം എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇളക്കി കൊടുത്താൽ പുറം വശം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. കണ്ട, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഇത്. വീണ്ടും ഇതേപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്